ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചായക്കട സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ടംപൊരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വൈകിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രുചിയുള്ള ഈ ഒരു ഉണ്ടംപൊരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കണം. നമ്മളിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നമ്മളിവിടെ 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ്. ശർക്കര ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. ഒരു നൂൽ പരുവം ആകേണ്ട ആവശ്യമില്ല. ശർക്കര ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് അരിച്ചിട്ട് വേണം എടുക്കേണ്ടത്. ശർക്കരപ്പാനി അരിച്ച് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ചൂട് മുഴുവൻ പോയതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പാളയംകോടൻ പഴമാണ്. ഈ സൈസിലുള്ള 3 പഴമാണ് എടുത്തിട്ടുള്ളത്. പാളയംകോടൻ പഴം ഇല്ലെങ്കിൽ നമുക്ക് ഒരു റോബസ്റ്റ പഴം എടുക്കാവുന്നതാണ്. ഇനി ഈ പഴം നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. പഴം ഇവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയുടെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഈ പഴം നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ട ശർക്കരപ്പാനി മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇത് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതാ ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ ഉണ്ടംപൊരി തയ്യാറാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം അളവിലാണ് നമ്മളിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പലഹാരത്തിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 5 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴം ശർക്കരപ്പാനി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമുക്ക് ഈ പലഹാരം ഗോതമ്പ് പൊടിക്ക് പകരം മൈദയിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയും ചേർത്ത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് പാകത്തിന് ഉണ്ടംപൊരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. കൂടുതൽ ലൂസും കൂടുതൽ തിക്കും അല്ലാത്തൊരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഉണ്ടംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. മാവ് ഇവിടെ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടംപൊരിക്കുള്ള മാവ് ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ച് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അതിനുശേഷം നമുക്ക് ഉണ്ടംപൊരി ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടംപൊരി തയ്യാറാക്കിയെടുക്കാം. ഉണ്ടംപൊരി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് നനച്ചെടുക്കണം. ആവശ്യത്തിനുള്ള മാവ് എടുത്ത് കയ്യിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മാവ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ലതുപോലെ നമുക്ക് കുക്കായിട്ട് കിട്ടുകയുള്ളൂ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഉണ്ടംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഓയിലിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല രുചിയുള്ള ഈ ഒരു ഉണ്ടംപൊരി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്